ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയ നരാധമൻ ഇവനെ പോലെയുള്ള സൈക്കോ കില്ലറുകളെ വെടിവെച്ച് കൊല്ലണമെന്നാണ് വൈറൽ വീഡിയോ കണ്ട മഹിളാ സമാജം പ്രസിഡന്റും ഓൾ കേരള വിമൻസ് അസോസിയേഷന്റെ ചെയർപേഴ്സണുമായ ലിലി മാത്യു പറഞ്ഞത്. അത്യന്തം ഭയാനകമായ ഒരു ലോകത്താണ് നമ്മളിപ്പോ ജീവിച്ചു പോകുന്നത്. ഡെയ്സി എന്ന പാവ സ്ത്രീയെ ക്രൂരമായി തല്ലിച്ചതച്ച ശിവൻ എന്ന ഗുണ്ടയ്ക്ക് എന്ത് ശിക്ഷ കൊടുത്താലാണ് മതിയാവുക? ഇവിടെ കൂടി നിൽക്കുന്ന ജനക്കൂട്ടം അതിന് മറുപടി നൽകട്ടെ. അവന്റെ കരണത്തടിക്കാൻ ചെരുപ്പൂരി കൈപ്പിടിച്ചോണ്ടാ ഞാനീ നിൽക്കുന്നത്. ആ പെൺകുട്ടിയുടെ മുഖത്തൂടി ഒലിക്കുന്ന ചോരയ്ക്ക് അവനെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. എന്റെ പെങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് അവനെ സ്നേഹിച്ചു പോയത്. പെണ്ണെന്ന് വെച്ചാലേ അവന് ഭ്രാന്ത. പെണ്ണിനെ പ്രേമിച്ച് താഴെ കെട്ടുന്നത് വരെ അവൻ അവർക്ക് കാമുകനാ. പിന്നെ അവൻ അവർക്ക് കൊലയാളിയാ. ആ സാഡിസ്റ്റിനെ ഒത്തുകെട്ടിയ കൊന്ന് ജയിലിൽ പോവാൻ തയ്യാറായിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. ഇനിയുള്ള പാവം പെൺകുട്ടികളെങ്കിലും അവന്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. ക്രൂരനായ ആ ക്രിമിനലിനെ കൊണ്ട് പോലീസ് ഇതാ എത്തിക്കഴിഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക്. നിനക്ക് നല്ല സ്വീകരണമാണല്ലോടാ സ്റ്റേഷന് മുന്നിൽ ചാനലുകാർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു നിലവിളക്കൂടി വേണ്ടിയിരുന്നു. എങ്കിൽ ഭദ്രദീപം കൊളുത്തി അങ്ങ് കയറ്റാമായിരുന്നു. നിന്റെ ചിതയ്ക്ക് നീ തന്നെ തിരികൊളുത്തുവാണല്ലോ സോമശേഖര. ഭദ്രദീപം കൊളുത്തി വെച്ച് ആ സമയത്ത് തീ അന്വേഷിച്ച് നടക്കണ്ട. എടാ, ഇതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തുണ്ടാക്കിയതാ. കിട്ടാവുന്ന അത്രയും പേരെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെ ഞാൻ നാറ്റിച്ച് ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കും. ആരുടെ ശവമഞ്ചത്തിന് ആദ്യം തീവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാളാ. ഒരു കർച്ചീഫ് കൊണ്ടേ കൊടുക്കണോ? ആ തിരുമോന്തെ ഒന്ന് പോത്തോട്ടെ. 7 ജന്മം കഴിഞ്ഞാലും തീരാത്തത്ര നാറ്റമല്ലടാ നിനക്ക് വരാൻ പോകുന്നത്. സോമശേഖര, ഓടയിൽ മുങ്ങിക്കുളിക്കുന്ന നിന്നെ പോലുള്ളവർക്കേ നാറ്റം എന്താണെന്ന് അറിയാൻ പറ്റും. പക്ഷേ നീ ഇന്നു മുതലൊരു പഞ്ഞിക്കഷ്ണം നിന്റെ പോക്കറ്റിൽ തിരികെക്കോ. നിന്റെ സേഫ്റ്റിക്ക്. ഇല്ലെങ്കിൽ ചത്തുമലച്ച് പൊതുദർശനത്തിന് വെക്കുമ്പോ ഈ പാഴ്ത്തടിയിൽ നിന്ന് വരുന്ന നാറ്റം നിനക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു പെണ്ണിനെ തല്ലി തകർത്ത് കൊല്ലാറാക്കിയിട്ടും തീർന്നില്ലടാ നിന്റെ ശൗര്യം. ഇളകി നിൽക്കുന്ന ഈ നാട്ടുകാരെയും മീഡിയക്കാരെയും നീ കണ്ടല്ലോ.